ഹലോ, നിങ്ങൾക്ക് 500 ഫോളോവേഴ്സുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ടോ? 500 സബ്സ്ക്രൈബേഴ്സുള്ള ഒരു യൂട്യൂബ് ചാനലുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് മൊത്തം കണ്ടോ. എന്നെപ്പോലെ ചെറിയൊരു ഇൻഫ്ലുവൻസർ ആവാൻ ആഗ്രഹിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ചെറിയൊരു ഇൻഫ്ലുവൻസർ ആണ്, അല്ലെങ്കിൽ ആവാൻ ആഗ്രഹമുള്ള ആളാണെങ്കിൽ ഈ വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്ത് കണ്ടാൽ പറ്റിക്കപ്പെടാതിരിക്കാം. ഇപ്പം നമ്മൾ റിവീൽ ചെയ്യാൻ പോകുന്നത് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് സ്കാം ഹാപ്പനിങ് ഇൻ ദ സോഷ്യൽ മീഡിയ ഇൻ ദ കറൻറ്റ് സിനാരിയോ എബൌട്ട് യൂട്യൂബ് ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണം. നിങ്ങളും പറ്റിക്കപ്പെട്ടവരാണെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുവരണം. എന്നാൽ വീഡിയോയിലേക്ക് പോയാലോ. രണ്ട് തരം സ്കാമാണ് ഇപ്പം മെയിനായിട്ട് നടക്കുന്നത്. ഒന്ന് ഓൺലൈൻ കൊളാബറേഷൻസ്, മറ്റൊന്ന് യൂട്യൂബ് മോണിറ്റൈസേഷൻ അല്ലെങ്കിൽ ഓൺലൈൻ പ്രൊമോഷൻസ്. ഇതിനെക്കുറിച്ചാണ് നമ്മുടെ വീഡിയോ. നമുക്ക് ആദ്യത്തേതിലേക്ക് പോവാം. ഓൺലൈൻ കൊളാബറേഷൻസ്. നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജിൽ DM റിക്വസ്റ്റിൽ ഇങ്ങനത്തെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാവും. ഞങ്ങൾക്ക് നിങ്ങളുടെ ബ്രാൻഡുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ് പല പേജിൽ നിന്നും മെസ്സേജ് വന്ന ആളായിരിക്കും നിങ്ങൾ, അല്ലെങ്കിൽ ഇതുപോലത്തെ തട്ടിപ്പിന് ഇരയായ ഒരാളായിരിക്കും. അങ്ങനെ ഇരയായ ഒരാളുടെ ഒരു അനുഭവം കണ്ടിട്ട് വന്നു. അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, പോയി കണ്ടിട്ട് വാ. നമുക്ക് കൊലാബറേഷൻ കിട്ടിയെന്ന് ഓരോ പേജിന് എന്ത് ഓർഡർ ചെയ്യാ, പൈസ ഒന്നും നമ്മൾ കൊടുക്കണ്ട, ഊരി കൊടുത്തോളൂ. അമ്മ ഓഫ് ഒരു വീഡിയോ എടുത്ത് കൊടുത്താൽ മതി. അല്ല, ഇത്തക്ക് എത്ര ഫോളോവേഴ്സ് ഉണ്ട് ഒന്ന് പറഞ്ഞേ. എൻ്റെ മോനെ, നമ്മളൊരു വീഡിയോ 10,000 ആൾക്കാരെ കാണുന്നുണ്ട്, നമുക്ക് 500 ഫോളോവേഴ്സ് ഉണ്ട്. എന്തേ പിടിക്കോ എനിക്ക്? ഈ 500 ഫോളോവേഴ്സിനൊന്നും കൊളാബറേഷൻ കിട്ടില്ല. അതാദ്യം മനസ്സിലാക്കുക. നിങ്ങൾ കിട്ടത്തില്ല. ഈ ഒന്ന് പോയതൊക്കെയാണെന്ന് ഓർക്കൊരു 10,000 മുടക്കുള്ളൂ. നമ്മളെപ്പോഴത്തെ കുഞ്ഞു കുഞ്ഞു ഇൻഫ്ലുവൻസസിനോട് തുണി അയച്ചോ, തുണി മാറുക വീടെടുക്കുക, ഒരേക്കും തുണി മാറുക വീടെടുക്കുക. ഇത് എന്നാ പരിപാടി? ഇത് വിചാരിക്കുന്നുണ്ടോ അവർക്ക് എന്താ ലാഭം? എൻ്റെ ചെങ്ങായി, നമ്മുടെ വീഡിയോ 10,000 ആൾക്കാർ കാണും. ആ 10,000 ആൾക്കാരിൽ ഒരു നബീസും 10ഉം കത്തിച്ച് എല്ലാവരും ഇല്ലേ, ഓരൊക്കെ കൂടി 100 പേര് ഓരോ ഇരുന്ന് തുണി വാങ്ങും. ഓർക്ക് ഇറക്കി ലാഭമല്ലേ? ഓർക്കൊരു 10,000 ചെറുപ്പേരുന്നുള്ളൂ. ലക്ഷങ്ങളല്ലേ 80,000 വരുമാനം ഉണ്ടാക്കണേ. അതുകൊണ്ടാണ് ഓരമ്മപ്പോഴത്തെ കുഞ്ഞു കുഞ്ഞു ഇൻഫ്ലുവൻസേഴ്സ് നോക്കുന്നേ. വലിയ വലിയ ആൾക്കാർക്ക് ലക്ഷങ്ങൾ കൊടുക്കണ്ടേ പരസ്യത്തിനായിട്ട്. നമുക്ക് 10,000 എല്ലാം ചെയ്ത് കൊടുക്കൂലേ? നമുക്ക് തുണിയിരിക്കാൻ പോലെ വീട്ടിൽ വെക്കുന്നത് നഷ്ടമുള്ള കാര്യം തന്നല്ലോ. അതാണ് അവർക്ക് ലാഭോ? നമുക്ക് അറിയത്തില്ലല്ലേ, മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അറിയത്തില്ലല്ലേ ചങ്ങായി. ഇത് വെച്ച് നടന്നാൽ പോലെ തലയ്ക്കകത്ത് ബുദ്ധി വേണം, ബുദ്ധി. മാർക്കറ്റിംഗ് സ്ട്രാറ്റജി പഠിക്കണം കേട്ടാ. ഇവിടെയാണ് ചതിയിരിക്കുന്നത്. നിങ്ങളെ കൊണ്ടവർ ഒരു 10,000 രൂപയുടെ സാധനങ്ങൾ വാങ്ങിപ്പിക്കും, എന്നിട്ട് ഒരു പ്രോമോ കോഡ് അങ്ങ് തരും. അത് അപ്ലൈ ചെയ്താൽ 100% ഫ്രീ ആണെന്ന് പറയും. നമ്മൾ അതിൽ വീണു പോകും. എൻ്റെ ചെറുക്ക, ഇത് നോക്കിയാ അമിന 100% ഓവർ നമ്മുടെ പേരിലാണ് വന്നേ. അതങ്ങ് അടിച്ചു കൊടുത്തുണ്ടല്ലോ, 10,000 ഒറ്റടിക്ക് പൂച്ചയാവും. മറ്റേ കൈ കൊടുക്കണ്ടാന്ന്, നമുക്ക് ലാഭല്ലേ? എൻ്റെ ഇനിയാണ് ചതിയിരിക്കുന്നത്. അടുത്ത പേജിലേക്ക് പോകുമ്പം അവർ നിങ്ങളോട് 500 രൂപ ഡെലിവറി ചാർജ് തരാൻ പറയും. അതൊന്നെങ്കിൽ UPI പേയ്മെൻറ്റ് അല്ലെങ്കിൽ കാർഡ് വഴി ചെയ്യാൻ ആവശ്യപ്പെടും. ക്യാഷ് ഓൺ ഡെലിവറി കൊടുക്കാൻ പറ്റത്തില്ല. നോക്കിക്കോ, നിങ്ങൾ അങ്ങനെ വരുമോ നോക്കിക്കോ. ഇതൊക്കെ വേറെ ഉടായിപ്പാന്നേ. അല്ലെൻ്റെ കുരിപ്പേ, ഇതങ്ങ് ഡൽഹിയിൽ നിന്ന് ട്രെയിൻ കയറി വിടുന്ന സാധനമല്ലേ? ഇതിന് വണ്ടിക്കൂലി ഒന്നും കൊടുക്കണ്ട. 10,000 സാധനത്തിന് 500 വണ്ടിക്കാരി കൊടുക്കാൻ നമ്മളിന്ന് മനുഷ്യന്മാരാണ്. ഒരു 10,000 ചുമ്മാ ഇരുമ്പോൾ 500 നമുക്ക് കൊടുക്കാൻ കഴിയില്ലേ വണ്ടിക്കൂലിയായിട്ട്? ആ സാധനം നമുക്ക് വരാൻ പറ്റില്ലേ, വേറെ ആർക്കുമല്ലോ. കുറച്ച് ചിന്തിക്കുക അങ്ങോട്ട്. എൻ്റെ പൊന്നിത്ത, ഇത് ഉടായിപ്പാണ്, ഫേക്കാണ്. ഒരു ബ്രാൻഡും അവരുടെ സാധനങ്ങൾ നമുക്ക് കൊളാബറേഷൻ ചെയ്യാൻ തരുമ്പം ഡെലിവറി ചാർജ് ചോദിക്കത്തില്ല. അവർ ഫ്രീ ആയിട്ട് നമ്മുടെ അഡ്രസ്സിലേക്ക് അയച്ചു തരുകയോ ചെയ്യുന്നത്. അത് മനസ്സിലാക്കുക നിങ്ങൾ. ജെന്റെ പായ പറഞ്ഞൊരു ഫേക്കാന്ന്. ഇത് നോക്കിയാ ട്രാൻസ്പോർട്ടേഷൻ ഫീ അടച്ചപ്പോഴത്തേക്കും ഓർഡർ കൺഫർമേഷൻ മെയിലും വന്ന് മെസ്സേജും വന്നിക്കണേ, ഓർഡർ ID കിട്ടി, ട്രാക്ക് ചെയ്യുന്ന സാധനം വന്നിക്കണേ. ഓരെങ്ങനെ ഫേക്കാവാ? എന്തേതെങ്കിൽ പറഞ്ഞു വിടുക.
ഈ സാധനങ്ങളെ കിട്ടിയിട്ട് വേണം എൻ്റെ അബീസിന് മുമ്പിൽ കൊണ്ട് നേരില്ലെങ്കിൽ നടക്കാൻ അവൾക്ക് വലിച്ചാത്ത കുത്തരാന്ന് കുറേ പുതിയ കുപ്പായ കിട്ടിയിട്ട് വേണം ഇതൊക്കെ മാറി മാറിയൊക്കെ നടക്കാൻ നമ്മൾ ഫേമസ് ആകാൻ പോയല്ലേ നമ്മുടെ വീഡിയോ ഓരോ കമ്പനിയുടെ കൊളാബറേഷൻ അടിച്ചിട്ട് അന്ന് കുറേ പേര് കാണും ഇപ്പം കേരളത്തിലെ കുറച്ച് ആൾക്കാരെ കാണുന്നുള്ളൂ ഇത് പുറത്തെല്ലാം കാണൂലേ ഇത് ഫേമസ് ആവൂലേ ഇനി വീഡിയോ എടുക്കാൻ ഈ ക്യാമറ മാറ്റണം ഈ ക്യാമറ പഴയതായിരുന്നു ഈ കാര്യത്തില്ല നല്ല ക്യാമറ വാങ്ങണം എന്തൊക്കെ രസമല്ലേ എന്തൊക്കെ പണിയുണ്ട് 1 week later. ഈ എൻ്റെ റബ്ബേ പേജും കാണുന്നില്ല സാധനവും വന്നില്ല എൻ്റെ 500 പോയെന്ന് എന്താ ഇത്താ പേജിൻ്റെ ലിങ്ക് ക്ലിക്ക് ചെയ്തപ്പം 404 പേജ് നോട്ട് ഫൗണ്ട് എന്നാണോ കാണിക്കുന്നത് അയ്യോ ട്രാക്ക് ചെയ്യാനും പറ്റുന്നില്ല എന്നാ പോയി എൻ്റെ കൈ പോയി എൻ്റെ 500 പോയി ഇപ്പം എങ്ങനെ ഇരിക്കുന്നിട്ടാ ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ കുറച്ച് കഴിയുമ്പോൾ കരയേണ്ടി വരുമെന്ന് ഇതാണ് ഒന്നാമത്തെ തട്ടിപ്പ് എന്നെപ്പോലെ അല്ലെങ്കിൽ നിങ്ങളെപ്പോലെയുള്ള ചെറിയ ചെറിയ ഇൻഫ്ലുവൻസേഴ്സിനെ അല്ലെങ്കിൽ അങ്ങനെയാകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെ തേടിപ്പിടിച്ച് പ്രൊമോഷൻസ് എന്ന പേരിൽ നമുക്ക് സാധനങ്ങൾ അയച്ചു തരും എന്ന് പറയും പക്ഷേ കിട്ടത്തില്ല ഒരിക്കലും ഒരു ബ്രാൻഡും തങ്ങളുടെ കൊളാബറേഷന് വേണ്ടിയിട്ട് സാധനങ്ങൾ അയക്കുമ്പോൾ ഡെലിവറി ചാർജ് ഈടാക്കത്തില്ല അത് നമ്മുടെ അഡ്രസ്സിലേക്ക് സൗജന്യമായിട്ടാണ് അയച്ചു തരുന്നത് എന്ന് മനസ്സിലാക്കുക ഇപ്പം സൈബർ തട്ടിപ്പിന് ഇരയായി എന്ന് പറഞ്ഞ് നിങ്ങൾ 1930 കേസ് രജിസ്റ്റർ ചെയ്യാൻ പോവുകയാണെങ്കിൽ ഒരു കാര്യവുമില്ല ഈ അക്കൗണ്ട് ട്രേസ് ചെയ്ത് ട്രാക്ക് ചെയ്ത് പിൻവലിക്കാം പണം തിരിച്ചെടുക്കാമെന്ന് വെച്ചാൽ അതിനുവേണ്ടി നിങ്ങൾ മുടക്കേണ്ടത് നിങ്ങളുടെ കയ്യിൽ നഷ്ടപ്പെട്ട സംഖ്യയുടെ 10 ഇരട്ടിയിലധികമായിരിക്കും അതുകൊണ്ട് അതിലുമായി റീച്ച് ചെയ്ത് ചെല്ലുമ്പോൾ ഇങ്ങനത്തെ ഒരു അക്കൗണ്ടോ കാര്യങ്ങളോ ഒന്നും നിലവിലുണ്ടായിരിക്കത്തുമില്ല അതുകൊണ്ട് അങ്ങനത്തെ ഒരു കേസിന് പോയത് കൊണ്ട് കാര്യവുമില്ല ഒന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങളുടെ കയ്യിൽ നഷ്ടപ്പെട്ടത് വെറും 500 രൂപയാണ് ഈ 500 രൂപയ്ക്ക് വേണ്ടി ആരും പുറകെ വരില്ല എന്ന് അവർക്ക് ഉറപ്പുണ്ട് നിങ്ങളെപ്പോലെയുള്ള 1000 ആൾക്കാരുടെ കയ്യിൽ നിന്ന് 500 അവർ ഈടാക്കിയിട്ടുണ്ടാവും 5 ലക്ഷം രൂപയായോ വെറും ഒരാഴ്ച കൊണ്ട് അവന്മാർ നേടിയെടുത്തത് 5 ലക്ഷം രൂപയാണ് പിന്നെ അക്കൗണ്ടും പൂട്ടിക്കെട്ടി പൈസയും പിൻവലിച്ച് അവർ വീട്ടിൽ പോയി സുഖമായി ജീവിക്കും 500 പോയുള്ളൂ വെച്ച് നമ്മളിവിടെ ചുമ്മായിരിക്കും അങ്ങനെ പോയാലോ പിന്നെയും ഈ തട്ടിപ്പ് തുടർന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് ആരും തട്ടിപ്പിന് ഇരയാകാണ്ടിരിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക പറ്റിക്കപ്പെടാണ്ടിരിക്കാൻ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അല്ല എൻ്റെ മോനെ ആരൊക്കെ ബോധം ഇടുന്ന കിട്ടി റിസർച്ച് ഡീറ്റെയിൽഡ് അനാലിസിസ് സെൻസ് സെൻസിബിലിറ്റി ആൻഡ് ദ കാപ്പബിലിറ്റി ടു ഡിസ്റ്റിങ്ക്യൂഷ് ഫ്രോഡ്സ് ലൈക്ക് ദീസ് ഇതാണ് നിങ്ങളുടെ മുൻപിൽ എന്നെ നിർത്തിയേക്കുന്നത് ഈ വീഡിയോ എടുക്കാൻ പ്രേരിപ്പിച്ചത് അല്ല എത്ര കോഴിക്കിന് കയ്യുന്നു അത് പറ അത് പിന്നെ എൻ്റെ മാത്രമല്ല ഇവരുടെ എല്ലാവരുടെയും എൻ്റെ കയ്യിൽ നിന്ന് 5000 എൻ്റെ 5000 റുപ്യ ഇപ്പം നമ്മളെത്താ പേതോ ഇനിയെങ്കിലും കുറച്ച് ചിന്തിച്ചക്ക ഇങ്ങനത്തെ പറ്റിയിലൊന്നും വീണ് പോലെ ഇതൊക്കെ വേറെ ഫ്രീക്കാന്ന് അങ്ങനെ ചെറിയ യൂട്യൂബേഴ്സിനോ ചെറിയ ഇതൊന്നും കൊളാബറേഷൻ കൊടുക്കൂല അത് മനസ്സിലാക്കി അപ്പോൾ കാണുന്ന കൂട്ടുകാരെ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെടുകയാണത് കുറച്ചെങ്കിലും ബോധമുള്ളവരാണല്ലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടി ഇനി ഇതേപോലെ നല്ല നല്ല വീഡിയോസ് വരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യേ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റും കൂടെ ചെയ്തേക്കേ നല്ലൊരാൾക്ക് ഇൻഫർമേഷൻ ആണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുത്തു തുടങ്ങി നല്ലല്ലേ അപ്പം എന്നാലേ അടുത്ത ദിവസത്തെ വീഡിയോ കാണാട്ടാ ഇതിന് 2ാം ഭാഗം വരുന്നുണ്ടേ 2 തട്ടിപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളായിരുന്നാ ഒന്നിനെ കുറിച്ച് എന്തേ പറയാനോടെ പറഞ്ഞിട്ടുള്ളൂ ഒന്നും കൂടെ വരുന്നുണ്ട് അതെനിക്കില്ല അതിൻ്റെ ഇത്താത്തൊക്കെ പറ്റിയതാണേ അത് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ വീഡിയോ മൊത്തം കണ്ടോളി എന്നാൽ അടുത്തൊരു വീഡിയോ കാണാം ബൈ ബൈ